മുഹമ്മദ് ലാദിൻ, Present, sir. മുഹമ്മദ് ഷഹസാദ്, Present, sir. മുബ്താസിം, Present, sir. മുഹമ്മദ് അസഫ്, Present, sir. മുഹമ്മദ് ഫർദീൻ, പത്തേ. Present, sir. ഫർദീൻ ഇല്ല. മുഹമ്മദ് സമ, Present, മുഹമ്മദ് sir. സിയാൻ, നിഷാഖ്, Present, sir. നിവേദ്. Present, sir. ഓക്കെ. പ്രത്യുഷ്, രാഹുൽ രാജീവ്, Present, sir. സരുൺ രാജീവ്, Present, sir. സൗരാഗ് ആർ. പ്രത്യുഷ് പറയണം, ഇത് ഇങ്ങനെ ആക്കിയിട്ട് കാര്യമില്ല. സൗരാഗ്, സൗരവ് ശ്രീജിത്ത്, ശ്രീരാഗ് വിജയൻ, Present, sir. വിഷ്ണു എ പി, Present, sir. വിഷ്ണു എൻ, Present, sir. ധർമ്മേഷ്. Present, sir. ഓക്കെ. കാർത്തിക പ്രസന്ന. ആര്? കാർത്തിക അല്ലേ? ആ. പ്രത്യുഷ് ഉണ്ടോ? ആ, ഓക്കെ. Okay, the last class we are discussing about the different application of composites. അപ്പോൾ നമ്മൾ നോക്കിയതാണ് ജനറൽ ആപ്ലിക്കേഷൻസ് ആണല്ലേ, ജനറൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് ഇവിടെ നോക്കുന്നത്. സോ വി ഹാവ് ഗോൺ ത്രൂ ഓൾ ദി ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ്. അപ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, നിങ്ങൾ എപ്പോഴും ചെയ്യുന്ന നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ വരുത്തുന്നൊരു മിസ്റ്റേക്ക് വെച്ചാൽ, നിങ്ങൾ ചോദിച്ചാൽ ഇപ്പോൾ ഒരു ലിസ്റ്റ് ഔട്ട് ദി ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻ ഓഫ് കോമ്പോസിറ്റ്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. നേരെ മറിച്ചിട്ട് നിങ്ങളോട് ചോദിക്കുന്നത് വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ, അങ്ങനെ മാത്രമാണ്. അത് ലിസ്റ്റ് അല്ലെങ്കിൽ മെൻഷൻ എന്നുള്ള ടേം ഇല്ലാണ്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓരോ ആപ്ലിക്കേഷനും ഒന്ന് ബ്രീഫ് ചെയ്തിട്ട് 1-2 പോയിന്റ് ഇട്ടിട്ട് വേണം എഴുതാൻ. ഓക്കെ, നിങ്ങളോട് ലിസ്റ്റ് ഔട്ട് ദ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻ 2-3 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്താൽ മതി, ഈ പറയുന്നതൊക്കെ ലിസ്റ്റ് ചെയ്താൽ മതി. പക്ഷെ നമ്മളെപ്പോഴും ഒരു കാര്യം എഴുതുമ്പോൾ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് വേണം എഴുതാൻ. വെറുതെ എയർക്രാഫ്റ്റിൽ യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഓട്ടോമോട്ടീവ് ആപ്ലിക്കേഷൻ ഉണ്ട് എന്ന് പറയുന്നതിനേക്കാൾ നല്ല ഓട്ടോമോട്ടീവിൽ എവിടെ യൂസ് ചെയ്യുന്നത് നിങ്ങൾ പറയണം. ഓക്കെ, സോ നമ്മളത് ബ്രീഫ്ലി നോക്കിയതാണ്. എയർക്രാഫ്റ്റ് ആൻഡ് എയറോസ്പേസ്, ഓട്ടോമോട്ടീവ്, മെറൈൻ ആപ്ലിക്കേഷൻസ്, സ്പോർട്ടിംഗ് ഇൻഡസ്ട്രി, ബയോമെറ്റീരിയൽസ്, അതർ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ്. അപ്പോൾ അതിൽ ഓരോന്നും നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഇന്നലെ ഓരോന്നും നോക്കിയതാണ്. അപ്പോൾ അതിൽ ഏതെല്ലാം എയർക്രാഫ്റ്റിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് അല്ലേ, അതിൻ്റെ പാനൽസ്, ഓവർ ഹെഡ് സ്റ്റോറേജ് ബിൻസ്, ഈ കാര്യങ്ങൾ നോക്കി. ഓട്ടോമോട്ടീവ് പാർട്സിലും സ്പെസിഫിക് ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഓരോ കോമ്പോസിറ്റ്സിനും അതിൻ്റെതായ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ബ്രേക്ക് ലൈനിങ്, ക്ലച്ച് ലൈനിങ്, അതൊക്കെ നോക്കിയതാണ്. മെറൈൻ ആപ്ലിക്കേഷൻസ് ഉണ്ട്, മെറൈൻ ടാങ്ക്സ്, പൈപ്പിങ്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സ്പോർട്സ് ഇൻഡസ്ട്രിയിൽ പറഞ്ഞ ഹോക്കി സ്റ്റിക്സും ടെന്നീസ് റാക്കറ്റ്സും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ബയോമെറ്റീരിയൽസിൽ പ്രോസ്തറ്റിക് ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഓർത്തോപെഡിക് ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഡെന്റൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ബയോമെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെഡിക്കൽ ഫീൽഡിലൊക്കെ അതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. സോ അതർ ആപ്ലിക്കേഷൻസ് ലൈക്ക് ഫർണിച്ചർ, ഹെൽമെറ്റ്സ്, എക്സെട്ര, അതർ ഗാഡ്ജറ്റ്സ്, ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻ. പിന്നെ നമ്മൾ നോക്കുന്നത് ഇന്റർ മെറ്റാലിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക് ഇന്റർ മെറ്റാലിക്സ് എന്നുള്ള ടോപ്പിക്സ് ആണ്. സോ വാട്ട് ഈസ് എൻ ഇന്റർ മെറ്റാലിക്?
അപ്പോൾ ഇന്നലെ വരെ നമ്മൾ നോക്കിയെന്നാണ് ഡിഫറെൻറ്റ് കോമ്പോസിറ്റ്സ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ. നമ്മൾ വളരെ കുറച്ച് മാത്രമേ നോക്കുന്നുള്ളൂ. ജസ്റ്റ് കോമ്പോസിറ്റ്സ് എന്താണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എന്തെല്ലാമാണ്, അതിൻ്റെ അപ്ലിക്കേഷൻസ് എന്തെല്ലാം, ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ നോക്കിയത്. സോ ഇന്റർമെറ്റാലിക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഓൾസോ കോൾഡ് എസ് ഇന്റർമെറ്റാലിക് കോമ്പൗണ്ട് ഓർ ഇന്റർമെറ്റാലിക് ഫേസ്. ഓക്കെ. So a solid phase containing 2 or more metallic element with optionally 1 or more non-metallic element. അതിനെയാണ് നമ്മൾ ഇന്റർമെറ്റാലിക്സ് എന്ന് പറയുന്നത്. സോ ഇന്റർമെറ്റാലിക്സ് പറയുന്നതും കോമ്പോസിറ്റ്സ് അല്ല, പക്ഷെ നമ്മളെ അലോയും അല്ല, ഇത് രണ്ടും അല്ലാത്ത വേറൊരു സാധനമാണ് ഇന്റർമെറ്റാലിക്സ്. സോ ഒന്നിലധികം എന്തുണ്ടാവും, മെറ്റാലിക് എലമെന്റ്സ് അതിലുണ്ടാവും. ഓക്കെ. സോ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സോളിഡ് ആണ്, ബട്ട് ഇറ്റ് കണ്ടെയ്ൻസ് 2 or more മെറ്റൽസ്. നമ്മൾ ഓൾറെഡി നോക്കി, അങ്ങനെയുള്ളത് നമ്മൾ അലോയ് എന്ന് പറയാം അല്ലേ. അലോയ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്കറിയാം, അതൊരു സോളിഡ് സൊല്യൂഷൻ ആണ്. പക്ഷെ ഇത് അലോയ് അല്ല, ഇതിന് വേറൊരു പേരാണ് ഇന്റർമെറ്റാലിക്സ്. പക്ഷെ ഇവിടെയും 2 or more metals are there, metallic elements are there. So a solid phase containing 2 or more metallic elements with optionally 1 or more non-metallic elements. അപ്പോൾ 1 or more non-metallic elementsും കൂടെ വരാം. ഓക്കെ. So it is called intermetallic or intermetallic compound or intermetallic phase. Intermetallic compound എന്ന രീതിയിലാണ് നമ്മൾ അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ പറയുന്നത്. ഓക്കെ. So they can form stronger atomic bonding than in a solid solutions. നമ്മൾ അലോയ്സിൽ അല്ലെങ്കിൽ സോളിഡ് സൊല്യൂഷൻസിൽ നമ്മൾ നോക്കിയ പോലെ അതിനേക്കാളും കൂടുതൽ സ്ട്രോങ്ങർ ബോൺസ് ഇവിടെ ഇന്റർമെറ്റാലിക്സിന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ. സോ ദ ബോൺസ് വാട്ട് ദേ ആർ ഗിവിംഗ് ഈസ് മെറ്റാലിക് കോവാലന്റ്. ഒരു കോവാലന്റ് ബോണ്ടോ മെറ്റാലിക് ബോണ്ടോ നമുക്കറിയാം, നമുക്ക് അലോയ്സിലൊക്കെ നമുക്ക് എന്ത് കിട്ടിയ മെറ്റാലിക് ബോൺസ് ആണ് അല്ലെ. പക്ഷെ ഇവിടെ ഉള്ളത് എന്താണ്, ഇവിടെ ഉള്ളതൊക്കെ മെറ്റാലിക് കോവാലന്റ് ബോൺസ് ആണ് നമുക്ക് കിട്ടുന്നത്. സോ എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് substitutional, so intermetallics are a special type of substitutional solid solution with a higher amount of solute atoms. So they contain higher amount of solute atom. Some interstitial solid solution, substitutional solid solution ഒക്കെ നമ്മൾ നോക്കിയതാണ്, different types of solid solutions. So this intermetallics is a special type of substitutional solid solution with a higher amount of solute atoms. So atomic, ഞാൻ പറഞ്ഞു ഇവിടെ atomic bondings will be മെറ്റാലിക് കോവാലന്റ്. ഓക്കെ. പക്ഷേ ഇതിന്റെ സോളിഡ് സൊല്യൂഷൻ എങ്ങനെ ആയിരിക്കും, അറ്റോമിക് ബോണ്ടിങ്സ് ആർ ഓൺലി മെറ്റാലിക്. ഇൻ ദ കേസ് ഓഫ് എ സോളിഡ് സൊല്യൂഷൻ അറ്റോമിc bondings are metallic only. So intermetallics are a special type of substitution solid solution. So it is different from a solid solution. It is a special type of, അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം, it's a special type of which type, substitution solid solutions, and the atomic bonding here is metallic covalent type. Okay. Condition for the formation of an intermetallic compound. So എന്തെല്ലാം intermetallic compounds form ചെയ്യാനുള്ള conditions. So there are 3 conditions for the formation of intermetallic compounds. So first is it has to be formed by at least 2 different elements. There should be 2 different elements, different atomic structure le 2 material അല്ലെങ്കിൽ 2 elements ഉണ്ടാവണം, preferably metals, but not all the cases. നമുക്ക് അതിൽ നോൺ മെറ്റാലിക് എലമെന്റ്സും വരാം, അങ്ങനത്തെ കേസസ് ഉണ്ട്. സോ പ്രിഫറബിളി മെറ്റൽസ് ഉള്ള 2 ഡിഫറെന്റ് എലമെന്റ്സിന്റെ കോമ്പിനേഷൻ വേണം. It must have a different crystal structure from one observed in the pure components. So finally അത് different crystal structure ആയിരിക്കണം ഫൈനൽ കോമ്പൗണ്ടിൻ്റെ. Third one, the components elements should be having opposite electrochemical nature. So electrochemical അത് ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കണം. ഏതൊക്കെ 2 എലമെന്റ്സ് ആണോ അത് കെമിക്കലി ഇലക്ട്രോകെമിക്കലി അത് ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കണം. സോ ദ കോമൺ എലമെന്റ് ഷുഡ് ബി ഹാവിങ് ഓപ്പോസിറ്റ് ഇലക്ട്രോകെമിക്കൽ നേച്ചർ. സോ ഇതാണ് ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് ഇന്റർമെറ്റാലിക് കോമ്പൗണ്ട്സ് അത് ഫോം ചെയ്യും, അല്ലെങ്കിൽ അത് ഇന്റർമെറ്റാലിക് കോമ്പൗണ്ട് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ. സോ ദീസ് ആർ ദ കണ്ടീഷൻ ഫോർ ദ ഫോർമേഷൻ ഓഫ് ഇന്റർമെറ്റാലിക് കോമ്പൗണ്ട്. So usually they will form by combining one metal having chemical properties which are strongly metallic in nature. For example, magnesium. So one metal, for example, magnesium having. അപ്പോൾ എങ്ങനെയാണ് ഒരു മെറ്റൽ എന്തായാലും ഉണ്ടാവും അല്ലേ. സോ 2 മെറ്റാലിക് പാർട്ടിക്കിൾ ആണ് പ്രിഫർ ചെയ്യുന്നത്. വൺ മെറ്റൽ വിച്ച് ഈസ് ഷോയിങ് സ്ട്രോങ് മെറ്റാലിക് നേച്ചർ, സ്ട്രോങ് മെറ്റാലിക് നേച്ചർ കാണിക്കുന്ന ഒരു മെറ്റൽ ഉണ്ടാവും. ദെൻ ദ അതർ മെറ്റൽ, ഫോർ എക്സാമ്പിൾ SB, SNB. SB എന്ന് വെച്ചാൽ ആന്റിമണി, നമുക്കറിയാം ഒരു എലമെന്റ് ആണ് ആന്റിമണി. അതുപോലെ തന്നെ SN നിങ്ങൾക്കറിയാം ടിൻ ആണ്, BI ബിസ്മത്ത് ആണ് അല്ലെ. അപ്പോൾ ഈ പറഞ്ഞ എലമെന്റ്സ് ഒക്കെ എന്താണ്, ദേ ഓൾ ഷോസ് or they have chemical properties which are only weakly metallic.
സോ വീക്ക്ലി മെറ്റാലിക് ആയ എലമെന്റ്സ് ആണ് ഈ പറയുന്ന ബിസ്മത്ത്, ആന്റിമണി, ടിൻ ഒക്കെ. So there will be, so it will be that intermetallics will be formed by combining these two types of metallic elements. The one will be showing a strong metallic property and the second will be showing a weak mechanic property. Okay, so ഇങ്ങനെയാണ് അതിന്റെ ഇന്റർമെറ്റാലിക്സ് കോമ്പൗണ്ടിന്റെ കോമ്പിനേഷനിൽ വരുന്ന എലമെന്റ്സ്. ഓക്കെ, എക്സാമ്പിൾസ് ആയിട്ട് Mg2Sn, അതുപോലെ Mg2Pb, അതുപോലെ നമ്മൾ ഇതിന്റെ കോമ്പൗണ്ട് ഈ നെയിം Mg2Sn തന്നെ പറയും. ചിലതിന് അതിന് പേരുണ്ട്, ചിലത് നമ്മൾ അതിനെ ഇന്റർമെറ്റാലിക് കോമ്പൗണ്ട് ഓഫ് മെഗ്നീഷ്യം ആൻഡ് ടിൻ ആ രീതിയിൽ തന്നെയാണ് അതിന്റെ നെയിം കൊടുക്കുന്നത്. ഇപ്പൊ Mg2Pb മെഗ്നീഷ്യം പ്ലംബൈഡ് എന്നാണ് അതിന്റെ. അപ്പോൾ ഇതുപോലുള്ള യൂഷ്വലി ഇന്റർമെറ്റാലിക് കോമ്പൗണ്ട്സ് എല്ലാം എങ്ങനെയായിരിക്കും, ഈ ഒരു ഫാമിലിയിലെ കോമ്പൗണ്ട്സ് ഒക്കെ ബോറൈഡ്സ്, കാർബൈഡ്സ്, അല്ലെങ്കിൽ ഹൈഡ്രൈഡ്സ്, നൈട്രൈഡ്സ് ആ രീതിയിലാണ് വരുന്നത്. സിലിസൈഡ്സ്, അലൂമിനൈഡ്സ് ഒക്കെ വരും. ഇതിപ്പോൾ പ്ലംബൈഡ് ആണ്. ഓക്കെ, അല്ല Mg2Sn, Mg3Sb, Fe3C നിങ്ങൾക്കറിയാം, അത് സിമെന്റൈറ്റ് ആണ് അല്ലേ, അയൺ കാർബൈഡ് ആണ്. അപ്പോൾ ഇതുപോലത്തെ കാർബൈഡ്സും പ്ലംബൈഡ്സും അലൂമിനൈഡ്സും ഒക്കെയാണ് ഇന്റർമെറ്റാലിക്സിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. Zr3Al, Al6Mn. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇങ്ങനെ കുറേ നിക്കൽ അലൂമിനൈഡ്, ടൈറ്റാനിയം അലൂമിനൈഡ്, കോപ്പർ അലൂമിനൈഡ്, അലൂമിനിയത്തിന്റെ, നിയോബിയം, ടിൻ, ഇതൊക്കെ ഇതിന്റെ എക്സാമ്പിൾസിൽ വരുന്നതാണ്. Intermetallic compounds have higher melting point than either of the parent metal. So an important property ആണ് intermetallic compounds have higher melting point than their parent metal. ഇപ്പോൾ ഏതൊക്കെ മെറ്റൽ ആണോ കമ്പൈൻ ചെയ്തിട്ടുള്ളത് ആ മെറ്റലിന്റെ മെൽറ്റിംഗ് പോയിന്റിനേക്കാളും കൂടുതൽ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടാവും നമ്മളുടെ ഫൈനലി ഫോം ചെയ്ത ഈ കോമ്പൗണ്ട്, ഇന്റർമെറ്റാലിക് കോമ്പൗണ്ട്. These are always very hard and brittle, and certain intermetallic compounds having fixed composition. So there are two types of intermetallic compounds, or there are two types of intermetallics. First one is one which is having a fixed composition. So they are called stoichiometric intermetallic compounds. So certain intermetallic compounds having fixed composition are called stoichiometric intermetallic compound. For example, iron carbide is a stoichiometric intermetallic compound. So they are having a fixed composition. അതിന്റെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഫിക്സഡ് ആയിരിക്കും, Fe3C. ബട്ട് ദർ ആർ സർട്ടൻ ഇന്റർമെറ്റാലിക് കോമ്പൗണ്ട്സ് ഹാവിംഗ് എ റേഞ്ച് ഓഫ് കോമ്പോസിഷൻസ്. നമ്മൾ നോക്കി, നമുക്ക് അലോയ് സിസ്റ്റം നോക്കുമ്പോൾ നമുക്ക് അയൺ കാർബൺ അലോയ് സിസ്റ്റം നോക്കുമ്പോൾ നമുക്കറിയാം ദർ ഈസ് എ റേഞ്ച് ഓഫ് കോമ്പോസിഷൻ അവൈലബിൾ അല്ലെ. ഡിഫറെന്റ് കോമ്പോസിഷൻ, കാർബൺ കണ്ടന്റ്, ഡിഫറെന്റ് കാർബൺ കണ്ടന്റ് അനുസരിച്ച് നമുക്ക് ഡിഫറെന്റ് കോമ്പോസിഷൻ കിട്ടും അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഒരു അലോയ് സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെ. കോപ്പർ നിക്കൽ അലോയ് സിസ്റ്റം നമ്മൾ പറയുന്നത്. കോപ്പർ നിക്കലിൽ കുറെ അലോയ്സ് വരാം, different composition alloys വരാം. So they will show different properties. So അങ്ങനെ intermetallics വരാം. Certain intermetallic compounds have a range of composition. So they are called non-stoichiometric intermetallic compounds or intermediate solid solutions. Okay, so there are two types. First one is a stoichiometric intermetallic compound. Second one is a non-stoichiometric intermetallic compound. Okay. The applications of intermetallics. What are the different applications of intermetallics? For example, about Ti3Al, so that is titanium aluminide, or Ni3Al, that is nickel aluminide. So these Ti3Al and Ni3Al having high strength and usable ductility at high temperatures. Likewise, platinum silicide is used in microelectronics. Nb3Sn. So Nb3Sn is used as a, or is useful as a superconductor. Niobium tin ആണ് Nb3Sn, niobium tin. And then titanium aluminide, TiAl or Ti3Al, titanium aluminides are considered for a variety of application including gas turbine engines. So intermetallics in applications important ആണ്. നിങ്ങൾക്ക് ഷോർട്ട് ആൻസർ ടൈപ്പ് ആയിട്ട് ചോദിക്കാം. വാട്ട് ആർ ദ ഡിഫറെന്റ് ആപ്ലിക്കേഷൻസ് ഓഫ് ഇന്റർമെറ്റാലിക്സ്, അല്ലെങ്കിൽ ഒരു എസ്എ ടൈപ്പ് പോലത്തെ 7-8 മാർക്സിന് ചോദിക്കാം. ഇന്റർമെറ്റാലിക്സ്, വാട്ട് ആർ ഇന്റർമെറ്റാലിക്സ്, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ്, പിന്നെ വാട്ട് ആർ ദി ആപ്ലിക്കേഷൻസ് ഓഫ് ഇന്റർമെറ്റാലിക്സ്. സോ ആപ്ലിക്കേഷൻസ് പറയുമ്പോൾ നോക്കാം. ഫസ്റ്റ് വൺ, Ti3Al and Ni3Al having high strength and usable ductility at high temperature. So they can be used for those applications at high temperature applications where high strength and ductility is required. Then platinum silicide is used in microelectronics. Nb3Sn is used as a superconductor. Titanium aluminides, Ti3Al and TiAl are used in gas turbine engines. Okay, so these are the different applications of intermetallics.
Okay. So next topic is marrying steel. സോ ഇങ്ങനെ ഒരു 2-3 ടോപ്പിക്സാണ് നിങ്ങൾക്ക് ഈ മൊഡ്യൂളിൻ്റെ ലാസ്റ്റിലുള്ളത്. വൺ ഈസ് ഇന്റർമെറ്റാലിക്സ്. നമ്മൾ നമ്മൾ അലോയ് സിസ്റ്റംസ് ആയി നോക്കിയതല്ലേ ഇതിന് മുമ്പത്തെ ചാപ്റ്റേഴ്സിലൊക്കെ. അലോയ് സോളിഡ് സൊല്യൂഷൻസ് നോക്കി. അതിനുശേഷം നമ്മളല്ലേ അപ്പോൾ നമ്മളിവിടെ നോക്കിയാൽ നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് മൊഡ്യൂൾ തൊട്ട് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ദി ഡിഫറെൻറ്റ് ബോൺസ് അല്ലേ, ശരിയല്ലേ? നമ്മൾ പീരിയോഡിക് ടേബിൾ, മെറ്റൽസ്, നോൺ മെറ്റൽസ്, ഡിഫറെൻറ്റ് ബോൺസ് അല്ലേ. നമ്മൾ മെറ്റീരിയൽ എങ്ങനെയാണെന്നല്ല, നമ്മൾ ഫസ്റ്റ് നമുക്ക് എന്താണ് വേണ്ടത്, ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു പർട്ടിക്കുലർ ഡിസൈൻ, ഒരു ഫൈനൽ ഔട്ട്പുട്ട് പ്രൊഡക്ഷൻ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അല്ല മാനുഫാക്ചർ ചെയ്യുന്നത്, നമുക്ക് ഫസ്റ്റ് വരുന്ന ഒരു സ്റ്റെപ്പാണ് എന്താണ്, ഐഡന്റിഫിക്കേഷൻ. നമുക്കൊരു നീഡ് ഉണ്ട് അല്ലേ നമുക്ക്. അപ്പോൾ നമുക്ക് അതിന് ഫൈനലായിട്ട് അതിനൊരു സൊല്യൂഷൻ വരുത്താൻ നമ്മളൊരു ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടാക്കണം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും മാനുഫാക്ചർ പ്രൊഡക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫസ്റ്റ് ആണ് തന്നത് സെലക്ഷൻ, മെറ്റീരിയൽ സെലക്ഷൻ ആണ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം. സോ വി നീഡ് ടു സെലക്ട് എ ആപ്റ്റ് മെറ്റീരിയൽ ഫോർ ദാറ്റ് പർട്ടിക്കുലർ ആപ്ലിക്കേഷൻസ്. സോ അതിൻ്റെ ബേസിലാണ് നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിലൊക്കെ നമ്മൾ നോക്കിയത് എന്താണ് ഡിഫറെൻറ്റ് ബോണ്ടിങ്സ്. നമുക്കറിയണം അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ ആറ്റോമിക് ബോണ്ടിങ്സ് നടക്കുന്നത്, എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് അല്ലേ, VCC, FCC, HCP സ്ട്രക്ചേഴ്സ്, ഇതൊക്കെ നമ്മൾ നോക്കി. സോ ആറ്റോമിക് സ്ട്രക്ചറിനെ കറസ്പോണ്ട് ചെയ്ത് നമ്മൾ അതിനെ ക്രിസ്റ്റൽ ലാറ്റീസ് ആണ് പഠിച്ചത് അല്ലെ, സ്പേസ് ലാറ്റീസ്, ക്രിസ്റ്റൽ ലാറ്റീസ്, യൂണിറ്റ് സെല്ലൊക്കെ നമ്മൾ നോക്കി. സോ അവിടെ നമ്മൾ വന്നു. അതിനുശേഷം നമ്മൾ നോക്കി ഓരോ ക്രിസ്റ്റലിലും അല്ലെ നമ്മൾ. സോ ഇൻ എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻസ് വി വിൽ ജനറലി മോസ്റ്റ്ലി യൂസ് മെറ്റാലിക് അല്ലെ, മെറ്റാലിക് മെറ്റീരിയൽസ് ആണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. സോ വി ആർ യൂസിങ് മെറ്റാലിക് മെറ്റീരിയൽസ് മോർ ഇൻ ദ കേസ് ഓഫ് അവർ എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻസ്, എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് മെക്കാനിക്കൽ. ഓക്കെ, അല്ലെങ്കിൽ സിവിൽ ഒക്കെ ആണെങ്കിൽ അത് വേറെ ടൈപ്പ് മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നുണ്ട്, ഇലക്ട്രിക്കലിൽ വേറെ ടൈപ്പ് മെറ്റീരിയൽസ് എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആസ്പെക്ട്സിൽ ഒരുപാട് ഉപയോഗിക്കുന്നത് എന്താണ്, മെറ്റാലിക് മെറ്റീരിയൽസ് ആണ്. സോ നമ്മൾ അതിൻ്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ നോക്കി, അതിൻ്റെ ഉള്ളിലെ ഡിഫറെൻറ്റ് ഡിഫക്ട്സ് നോക്കി അല്ലേ, കുറേ ഡിഫക്ട്സ് നോക്കി. അങ്ങനെയാണ് നമ്മൾ വന്നത്. അതിനുശേഷം നമ്മൾ മനസ്സിലായി എന്താണ്, ദർ ആർ ലോട്ട്സ് ഓഫ് limitations for metals, pure metals or pure elements have got lots of limitations. സോ അതിനുശേഷം നമ്മൾ എവിടേക്ക് പോയി, നമ്മൾ അലോയ് അല്ലെ, പരസ്പരം രണ്ട് മെറ്റീരിയൽസ് ഒരു എലമെന്റ് വേറൊന്നിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ, വി വിൽ ഗെറ്റ് എ കോമ്പിനേഷൻ പ്രോപ്പർട്ടി. സോ വി വിൽ ഗെറ്റ് എ ഇംപ്രൂവ്മെന്റ് ഇൻ പ്രോപ്പർട്ടീസ്. സോ അലോയിങ് ഈസ് എ മെത്തേഡ് ടു ഇംപ്രൂവ് ഓർ എൻഹാൻസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദി ബേസ് മെറ്റൽ. സോ അത് വെച്ച് നമ്മൾ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് alloys available. So alloy system is there. So even in one type of alloy system, we will get a different properties changes or different composition of alloys which can be used for different applications. അങ്ങനെ നോക്കിയല്ലേ alloy systems നോക്കി. അതിനുശേഷം നമ്മൾ നോക്കിയ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയിരുന്നു heat treatment. So again these metals, so these materials or these alloys can be thermally treated അല്ലേ. So again we can improve the properties or we can change the properties of the material according to our need. ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ് കൊണ്ട് വലിയൊരു ചാപ്റ്റർ നമ്മൾ നോക്കി. കുറേ ടൈപ്സ് ഓഫ് ഹീറ്റ് ട്രീറ്റ്മെന്റ്സ് ഉണ്ട് അല്ലേ, കംപ്ലീറ്റ് ആയിട്ട് ഒരു മെറ്റീരിയലിനെ ഹീറ്റ് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ അത് വെക്കുമ്പോൾ നമ്മൾ അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രാമും TTT കർവും CCT കർവും ഒക്കെ നമ്മൾ നോക്കിയത് അല്ലേ. ശരി, അനൈലിംഗ്, നോർമലൈസിങ്, അതിൻ്റെ എല്ലാം കുറേ ഗ്രാഫ്സ് നമ്മൾ നോക്കി. സോ ഇതൊക്കെ മെറ്റീരിയൽസിൽ വരുന്നതാണല്ലേ. അതിനുശേഷം നമ്മൾ അവസാനത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നമ്മൾ നോക്കി വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഫെയിലിയേഴ്സ് ഓഫ് ദ മെറ്റീരിയൽ. ആദ്യം നമ്മൾ ഡിഫക്റ്റ് ആണ് നോക്കി, അവസാനം നമ്മൾ ഡിഫറെൻറ്റ് ഫെയിലിയേഴ്സ് നോക്കിയല്ലേ. ദർ ഇസ് ക്രീപ്പ് is a failure, fatigue is a failure. So there are the fractures, ductile and brittle fractures. What are the different mechanism of fractures? അങ്ങനെ നമ്മൾ കുറേ ഫ്രാക്ചേഴ്സ് നോക്കി. അപ്പോൾ എല്ലാം നമ്മൾ മെറ്റീരിയൽസിൻ്റെ ആദ്യം തൊട്ട് നമ്മൾ നോക്കുന്നത്, നമ്മൾ പ്രൈമറി ബോണ്ടിങ് തൊട്ടിട്ട് ഇങ്ങോട്ടേക്ക് എല്ലാ മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസാണ് നോക്കുന്നത്. എല്ലാം ബ്രീഫായിട്ട് മാത്രം നോക്കുന്നത്. ഫൈനൽ നമ്മൾ എവിടെ എത്തി, കോമ്പോസിറ്റ്സിലെത്തി അല്ലേ, കോമ്പോസിറ്റ് മെറ്റീരിയൽസ്. അപ്പോൾ കോമ്പോസിറ്റ്സിലേക്ക് വരുമ്പോൾ ദർ ആൾ മോഡേൺ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ്. ഓക്കെ, സോ മോഡേൺ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ കോമ്പോസിറ്റ്സ്, സെറാമിക്സ് ഒക്കെ വരുന്നത്. കോമ്പോസിറ്റ്, സെറാമിക്സ്, ബയോമെറ്റീരിയൽ, സ്മാർട്ട് മെറ്റീരിയൽസ് ഒക്കെ മോഡേൺ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് വരുന്നത്. അതുപോലെ സെറാമിക്സും കുറേ ടൈപ്സ് ഉണ്ട് മോഡേൺ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ്. അതിനാണ് നമ്മൾ കോമ്പോസിറ്റ്സ് നോക്കി, അതിൻ്റെ ഡിഫറെൻറ്റ് എന്താണ് കോമ്പോസിറ്റ് നോക്കി, ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ്, ഡിഫറെൻറ്റ് എക്സാമ്പിൾസ്, ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് നോക്കി. നെക്സ്റ്റ് വൺ പിന്നെ കുറേ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്. ദാറ്റ് ഈസ് വൺ ഈസ് ഇന്റർമെറ്റാലിക് അല്ലെ, ഇന്റർമെറ്റാലിക് കോമ്പൗണ്ട്സ് ഓർ ഇന്റർമെറ്റാലിക്സ് അത് നോക്കി. അതിനുശേഷം മാരേജിങ് സ്റ്റീൽ ഈസ് ദ another type of materials. What is maraging steel? So actually it is a iron nickel alloy. So actually maraging steels are carbon free iron nickel alloys. നമുക്കറിയാം സ്റ്റീലിൽ എപ്പോഴും എന്തുണ്ടാവും, എസെൻഷ്യൽ ആയി എന്തായാലും ഉണ്ടാകുന്ന ഒരു എലമെന്റ് ആണ് സ്റ്റീൽ. കാർബൺ ഈസ് ആൻ എസെൻഷ്യൽ എലമെന്റ് ഇൻ സ്റ്റീൽ അല്ലേ. എല്ലാ സ്റ്റീലും നമ്മൾ നോക്കി കാർബൺ ആണ് മെയിൻ ആയിട്ടുണ്ടല്ലേ. സോ ദേ ആർ കാർബൺ സ്റ്റീൽസ് ബട്ട് വി വിൽ കോൾ ഇറ്റ് എ സ്റ്റീൽ. കാർബൺ സ്റ്റീൽ ആണ് ജനറലി. സോ maraging steels are
carbon-free iron-nickel alloys with the addition of cobalt, molybdenum, titanium, and aluminum. Okay, so they are iron-nickel alloy. So the alloy formed by iron with nickel is called Maraging steel. So it also includes other elements like cobalt, molybdenum, titanium, and aluminum. Okay, so that is a carbon-free iron-nickel alloys with the following elements. So actually the term maraging, ഈ maraging എന്നുള്ള term എന്ന് പറഞ്ഞാൽ it means age hardening. Already നമ്മൾ നോക്കിയാണ് strengthening mechanism age hardening is there, precipitation hardening, dispersion hardening. Actually maraging means age hardening. Okay, so the term maraging it's called age hardening, so derived from strengthening mechanism. So actually എന്താ സംഭവിക്കുന്നത്, it is nothing but the transformation of the alloy to martensite with subsequent age hardening. ഇപ്പോൾ ഏജ് ഹാർഡനിങ് വഴി അത് ആ പർട്ടിക്കുലർ മെറ്റീരിയൽ മാർട്ടൻസൈറ്റ് ഫോമിലേക്ക് എത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഏജ് ഹാർഡനിങ് എന്ന് പറയുന്നത്. സോ അവിടെ ക്വഞ്ചിങ് ഒന്നുമില്ല. ഓക്കെ, സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്, എയർ കൂളിംഗ് ദ അലോയ് ടു റൂം ടെമ്പറേച്ചർ ഫ്രം 820 degrees Celsius creates a soft iron nickel martensite. So air cooling the alloy to room temperature from 820 degrees Celsius creates a soft iron nickel martensite. Here the martensite transformation occurs without quenching. So ഈ പറയുന്ന അയൺ നിക്കൽ അലോയ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇറ്റ്സ് മാർട്ടൻസൈറ്റ് ഫോം വിത്തൗട്ട് കൊഞ്ചിങ്. നമുക്കറിയാം ഹാർഡനിങ് നമ്മൾ ചെയ്യുമ്പോഴല്ലേ, ഹാർഡനിങ് പ്രോസസ്സ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊഞ്ച് ചെയ്യുന്നത്. ഇപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഫൈനൽ ഫേസ് വിൽ ഒബ്റ്റൈൻ മാർട്ടൻസൈറ്റ് അല്ലെ. കൊഞ്ച് ചെയ്യാണ്ട് നമുക്ക് സോളിഡ് സൊല്യൂഷൻ വഴി നമുക്ക് എന്താ കിട്ടുന്നത്, പേർലൈറ്റ് ഫേസും ബൈനൈറ്റ് ഫേസും ഒക്കെ കിട്ടുന്നത്. പക്ഷേ വൈൽ വി ആർ കൊഞ്ചിങ് ഇറ്റ് we will get a martensite phase, which is the hardest form of the steel. So here the martensite formation occurs without quenching. After that, we will temper it at 480 to 500 degrees Celsius, results in a strong hardening due to the precipitation of a number of intermetallic phases. So after that, after this air cooling from that particular temperature, we will temper it to 480 to 500 degrees Celsius. Okay, അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, again hardening is due to precipitation of a number of intermetallic phases. So different intermetallic phases will be formed and that will be precipitated and that will again harden the material. So the important features are they are free from decarburization. എന്താണ് കാർബറൈസേഷൻ എന്ന് പറഞ്ഞാൽ കാർബൺ കണ്ടന്റ് ഉള്ളതിനെ നമ്മൾ ആഡ് ചെയ്യുന്നതിന് നമ്മൾ കാർബറൈസേഷൻ എന്ന് പറയും. ഡീകാർബറൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, ലോസ് ഓഫ് കാർബൺ കണ്ടന്റ്. യൂഷ്വലി നമുക്കറിയാം നമ്മളെ സ്റ്റീൽസിലൊക്കെ എന്തുണ്ട്, കാർബൺ കണ്ടന്റ് ഉണ്ടല്ലേ. But in maraging steel there is no carbon content. So what happens to this carbon at a high temperature? നമുക്കറിയാം intermetallic compound formation നടക്കും. At a high temperature there will be intermetallic compound formation. So ഈ carbon എപ്പോഴും higher temperature it will റിയാക്ഷൻ നടക്കും. ഹൈ ടെമ്പറേച്ചറിൽ അത് ചിലപ്പോൾ അതർ എലമെന്റ്സുമായിട്ട്, അതായത് ആ അറ്റ്മോസ്ഫിയറിലെ അതർ എലമെന്റ്സുമായിട്ടോ അതർ കോമ്പൗണ്ട്സുമായിട്ടോ അല്ലെങ്കിൽ അതർ എലമെന്റ്സുമായിട്ടോ അത് ജോയിൻ ചെയ്യും, അല്ലെങ്കിൽ അവിടെ കാർബൺ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ കാർബൺ കണ്ടന്റ് കുറയാൻ ചാൻസ് ഉണ്ട്. സോ ആക്ച്വലി ദർ ഇസ് നോ കാർബൺ ഇൻ maraging steel, so it will be free from decarburization. So there is no such problem of decarburization here. Minimal distortion during aging. Okay, good formability, machinability and weldability. So easily workability കൂടുതലാണ് അല്ലേ, മീൻസ് ഈസിലി നമുക്കതിനെ ഫോം ചെയ്യാൻ വേണ്ടി പറ്റും, ഡിഫറെൻറ്റ് ഫോമിലേക്ക് ചേഞ്ച് ചെയ്യാം. It can be machined easily or it can be cut easily, it can be machined easily, it can be welded easily. A low coefficient of thermal expansion. So thermal expansion coefficient കുറവാണ്, സോ നമുക്കത് ആ രീതിയിൽ അപ്ലിക്കേഷൻസിൽ ഉപയോഗിക്കാം അല്ലേ. തെർമൽ എക്സ്പാൻഷൻ കോഎഫിഷ്യന്റ് കൂടിയാൽ എന്ത് സംഭവിക്കും, വിത്ത് വാരിങ് ദ ക്ലൈമറ്റ് അല്ലെ, ഡിഫറെന്റ് ക്ലൈമറ്റ് അല്ല ഡിഫറെന്റ് ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആകുമ്പോൾ ഡിഫറെന്റ് ടെമ്പറേച്ചറിൽ തന്നെ അതിന് ഡയമെൻഷണൽ വേരിയേഷൻ കാണിക്കും. സോ നമുക്കത് കുറേ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ ദിസ് ഈസ് ഹാവിംഗ് എ maraging steel is having a low coefficient of thermal expansion. Yield strength is between 1400 to 2400 MPa and excellent toughness, resistance to crack propagation. So these are the different features of maraging steels. The applications include rocket motor casing, light aircraft landing gear, blades used in sports of fencing blades, power shafts, low temperature tooling, etc. So these are the different applications of maraging steels. Specific applications ആണ് ഇത്, അതുപോലെ തന്നെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. സോ ഈവൻ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഫർദർ മോർ ആപ്ലിക്കേഷൻസ് വിൽ ഗെറ്റ്. ഓക്കെ, സോ റോക്കറ്റ് മോട്ടോർ കേസിംഗ്, light aircraft landing gears, blades used in sports of fencing blades നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ഇറ്റ് ഈസ് മെയ്ഡ് ഫ്രം maraging steel. Power shafts,
ഷാഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ലോ ടെമ്പറേച്ചർ ടൂളിംഗ് എക്സെട്ര. സോ ടൂളിംഗ് മെറ്റീരിയൽസ് വിച്ച് ആർ ലോ ടെമ്പറേച്ചർ ടൂളിംഗ് മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് സൂപ്പർ അലോയ്സ്. നമ്മളിപ്പോൾ നോക്കിയ രണ്ട് കാര്യങ്ങളെന്ന് ഒന്ന് വൺ ഈസ് ഇന്റർമെറ്റാലിക്സ്, സെക്കൻഡ് വൺ ഈസ് മാരാജിങ് സ്റ്റീൽ, തേർഡ് വൺ ഈസ് സൂപ്പർ അലോയ്സ്. So what is a super alloys? So it is a high performance alloy which exhibit high strength and creep resistance at elevated temperature. So super alloys നമ്മൾ ഓൾറെഡി പല കാര്യങ്ങളും ഇതിന് മുമ്പത്തെ ചാപ്റ്റർ ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ സൂപ്പർ അലോയ്സിന്റെ എക്സാമ്പിൾസ് വന്നിട്ടുണ്ട് ചില കേസിലൊക്കെ. So these are all alloys, they are high performance alloys. So their particular feature is that they have high strength and creep resistance at high elevated temperatures. So higher elevated temperature അവർക്ക് high strength and high creep resistance will be there. Okay, so there are three types. They can be classified into three types: nickel based super alloys, cobalt based super alloys, and iron based super alloys. And that sounds നമുക്ക് നോക്കാം. So actually they can develop high temperature strength and creep resistance through. So പറഞ്ഞു അതിന്റെ മെയിൻ ഫീച്ചർ എന്താണ്? They have high strength and creep resistance at elevated temperature. So എങ്ങനെയാണ് ഇത് സാധ്യമാവുന്നത്? ഹൗ ദേ ആർ ഡെവലപ്പിംഗ് ദിസ് ഹൈ സ്ട്രെങ്ത് ആൻഡ് ഹൈ ക്രീപ്പ് റെസിസ്റ്റൻസ് ആൻഡ് ഹൈ ടെമ്പറേച്ചർ സ്ട്രെങ്ത് ത്രൂ സോളിഡ് സൊല്യൂഷൻ സ്ട്രെങ്തനിങ്, precipitation hardening and dispersion hardening. സോ ഈ ഹാർഡനിങ് മെക്കാനിസം, ഈ സ്ട്രെങ്തനിങ് മെക്കാനിസം വഴിയാണ് ഇവരുടെ സ്ട്രെങ്ത് കൂടുന്നത് ഈ അലോയ്സിന്റെ. ഓൾറെഡി നമ്മൾ അലോയ്സ് നോക്കുമ്പോൾ അല്ല മെറ്റീരിയൽസ് നോക്കുമ്പോൾ നമ്മൾ ഡിഫറെന്റ് സ്ട്രെങ്തനിങ് മെക്കാനിസംസ് നോക്കിയതാണ്. സോളിഡ് സൊല്യൂഷൻ സ്ട്രെങ്തനിങ് ഇസ് ദർ, precipitate ചെയ്ത് precipitation hardening is there, then disperse ചെയ്തില്ല dispersion hardening is there. These are the different methods through which super alloys can develop their high temperature strength and creep resistance. So what are the different properties are fatigue life, phase stability, oxidation and corrosion resistance. ഇതൊക്കെയാണ് other important properties. Already നമ്മൾ അതിന്റെ features പറഞ്ഞു. These are the other important properties. So application, they have typical applications are in aerospace and industrial gas turbine blades, for hot sections of aircraft engines, and in bimetallic engine valves for use in diesel and automotive applications. So these are the different applications of super alloys. Industrial turbine blades, aerospace, hot sections of aircraft engines, then bimetallic engine valves, which is used in diesel engine and automotive applications. So the classification is there are three types: nickel based, cobalt based, and iron based. Okay, nickel based super alloys, അതിന്റെ എക്സാമ്പിൾസ് ആണ് ഹാസ്റ്റലോയ്, നിക്രോം, ഉഡിമെറ്റ് ആൻഡ് ഇൻകോണൽ. ഹാസ്റ്റലോയ്, നിക്രോം, ഉഡിമെറ്റ് ആൻഡ് ഇൻകോണൽ, ഇതൊക്കെ ഡിഫറെന്റ് സൂപ്പർ അലോയ്സിന്റെ എക്സാമ്പിൾ ആണ്. ആൻഡ് ദീസ് ഓൾ ആർ നിക്കൽ ബേസ്ഡ് സൂപ്പർ അലോയ്സ്. So they possess excellent thermal shock resistance and high electrical resistivity. They possess excellent thermal shock resistance and high electrical resistivity. Then cobalt based super alloys are there: stellite, heinous, vitalium. These are the three examples for cobalt based super alloys. Then iron nickel or iron nickel based super alloys are there. Incolloy is a iron nickel based super alloy. So it contains 46% nickel and 21% iron, used in heat exchangers. So these are the different types of super alloys. ഈ ഒരു എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമ്പിൾസ് ആൻഡ് അപ്ലിക്കേഷൻസ്. അപ്പോൾ നിങ്ങൾ നോക്കാം, നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റിൽ വെച്ചാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കാനുണ്ട് അല്ലേ. കുറേ കോമ്പോസിഷൻസ് ബൈഹാർട്ട് ചെയ്യണം, കുറേ അലോയിങ് എലമെന്റ്സ്, ഡിഫറെന്റ് അലോയിങ് എലമെന്റ്സ് ആഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചേഞ്ചസ് വരുന്നത്, ഓരോ അലോയിങ് എലമെന്റ്സും സ്റ്റീൽ ആഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത്. ആൻഡ് കാസ്റ്റ് അയണിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കാസ്റ്റ് അയൺസ് ഉണ്ട്. അതുപോലെ കുറേ കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഏത് കാര്യം പഠിക്കുമ്പോഴും അത് നിങ്ങൾ പഠിക്കേണ്ടത് അതിന്റെ എക്സാമ്പിൾസ് എപ്പോഴും കോട്ട് ചെയ്തിടണം. ഏത് കാര്യം പറയുമ്പോഴും വിത്ത് എക്സാമ്പിൾ വേണം നമ്മളത് എഴുതാൻ വേണ്ടിയിട്ട്. എപ്പോഴും എക്സാമ്പിൾ കുറച്ചെണ്ണം, ഒരു 3 എക്സാമ്പിൾ എല്ലാത്തിൻ്റെയും ബൈഹാർട്ട് ചെയ്ത് വെക്കുക ഏത് കാര്യം പറയുമ്പോഴും. അതുകൂടാണ്ട് അതിന് ആപ്ലിക്കേഷൻസും. അപ്പോൾ നമ്മൾ എപ്പോഴും എഴുതുമ്പോൾ ജനറൽ ആപ്ലിക്കേഷൻ എഴുതിയിട്ട് കാര്യമില്ല. നമുക്കൊന്നും അന്നേരം എക്സാമിന് കിട്ടുന്നില്ല, നമുക്ക് ജനറൽ ആപ്ലിക്കേഷൻസ് എഴുതി വെക്കാം വെറുതെ. പക്ഷെ നമ്മൾ എപ്പോഴും സ്പെസിഫിക് ആപ്ലിക്കേഷൻസ് പഠിച്ചിട്ട് വേണം പോകാൻ. ഓക്കെ, അറ്റ്ലീസ്റ്റ് നമുക്ക് അതിന്റെ അഡ്വാൻറ്റേജ്, അതിന്റെ ഫീച്ചർ അറിയാമെങ്കിൽ നമുക്കറിയാം ഇത് ഹൈ ടെമ്പറേച്ചറിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ രീതിയിൽ ആപ്ലിക്കേഷൻ നമുക്ക് എഴുതി വെക്കാം.
വെറുതെ എന്തെങ്കിലും അറിയില്ലെങ്കിലും നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സ് അറിയാമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജസോ അതിൻ്റെ പ്രോപ്പർട്ടീസോ അറിയാമെങ്കിൽ നമുക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തായിരിക്കും നമുക്ക് എഴുതി വെക്കാൻ വേണ്ടി പറ്റും. ആ രീതിയിൽ ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ എക്സാമ്പിൾസ്, ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഏത് ചോദ്യം ചോദിച്ചാലും എഴുതേണ്ടതാണ്. ഓക്കെ. നെക്സ്റ്റ് ടോപ്പിക് ഈസ് സെറാമിക്സ്. സെറാമിക്സ് കൊണ്ട് അതിനൊരു ബയോമെറ്റീരിയൽസിൻ്റെ ചെറിയൊരു ഭാഗം കൂടിയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. നാളത്തെ ഒരു ക്ലാസ്സിൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. സെറാമിക്സ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്തതാണ് എന്താണ് സെറാമിക്സ് എന്നുള്ളത്. ഓക്കെ. സോ സെറാമിക്സ് ഒറിജിനേറ്റഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് കെർമിക്കോസ് വിച്ച് മീൻ ബേൺ സ്റ്റഫ്. ഇപ്പോൾ ബേൺ സ്റ്റഫ് എന്നുള്ളൊരു മീനിങ് ആണ് സെറാമിക്സ് എന്നുള്ളത്. സോ ഇറ്റ് ഈസ് എ ഗ്രീക്ക് വേർഡ് കെർമിക്കോസ്. The ceramic materials achieve their properties through a high temperature processing called firing. So the ceramic materials achieve their properties through a high temperature process called firing. Okay. അപ്പോൾ നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള സെറാമിക് മെറ്റീരിയൽസ് ആണ് നമുക്ക് ബ്രിക്ക്, ടൈൽസ്, നമുക്കറിയാം ടൈൽ മെറ്റീരിയൽ, ടൈൽസ്, ബ്രിക്സ്, ഇതൊക്കെ സെറാമിക് മെറ്റീരിയൽസ് ആണ്. അതുപോലെ പോർസലൈൻ, നമുക്കറിയാം ഫ്യൂസിനൊക്കെ യൂസ് ചെയ്യുന്ന പോർസലൈൻ അല്ലേ, ഫ്യൂസ് നമ്മൾ കെട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ മെറ്റീരിയൽ പോർസലൈൻ ആണ്. അതുപോലെ ഗ്ലാസസ്. സോ ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ദീസ് ഓൾ ആർ ഡെവലപ്പ് ഫ്രം ക്ലേ എന്ന റോ മെറ്റീരിയൽ നിന്നാണ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്തത്. സോ ദീസ് ആർ ഓൾ ട്രഡീഷണൽ അവൈലബിൾ സെറാമിക് മെറ്റീരിയൽസ്. ഏതൊക്കെയാണ്? പോർസലൈൻ, ടൈൽസ്, ബ്രിക്സ്, ഓൾ ദീസ് ആർ ഡെവലപ്ഡ് ഫ്രം ക്ലേ ആസ് റോ മെറ്റീരിയൽ. സോ ന്യൂ ജനറേഷൻ സെറാമിക് മെറ്റീരിയൽസ് ആർ ദർ അല്ലെ. ഇപ്പോൾ നമ്മൾ ഒരുപാട് ന്യൂ ജനറേഷൻ സെറാമിക് മെറ്റീരിയൽസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഈവൻ കമ്പ്യൂട്ടേഴ്സ്, കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് എയറോസ്പേസ് ഇൻഡസ്ട്രിയിലൊക്കെ നമുക്ക് ഒരുപാട് സെറാമിക് ആപ്ലിക്കേഷൻസ് ഉണ്ട്. സോ ആക്ച്വലി ആ സെറാമിക് ഈസ് എ കോമ്പൗണ്ട് ഫൗണ്ട് ബൈ ദ കോമ്പിനേഷൻ ഓഫ് മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് എലമെന്റ്. ഒരു മെറ്റാലിക്കും നോൺ മെറ്റാലിക് എലമെന്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്കൊരു സെറാമിക് മെറ്റീരിയൽ കിട്ടുന്നത്. സോ എക്സാമ്പിളായിട്ട് എല്ലാ മെറ്റൽ ഓക്സൈഡ്സ്, മെറ്റൽ കാർബൈഡ്സ്, നൈട്രൈഡ്, സിലിക്കേറ്റ്സ് ആർ ഓൾ കൺസിഡേർഡ് ആസ് സെറാമിക്സ്. Okay, so all metal oxides, carbides, nitrates and silicates are considered as ceramics. Examples are, general examples are oxides in പേര് നിങ്ങൾക്ക് അറിയാം. So refractories, glasses, clays, abrasives, enamels, ഇതൊക്കെ അതിൻ്റെ സിമെന്റ്, ഇതൊക്കെ എന്തിൻ്റെ എക്സാമ്പിൾ ആണ്? സെറാമിക് മെറ്റീരിയൽസിന്റെ എക്സാമ്പിൾ ആയിട്ട് വരും. ഓക്കെ. സോ ഇതിന് ഉള്ള കുറച്ച് സ്പെസിഫിക് പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ, ഒന്ന് ഹൈ ബ്രിട്ടിൽനെസ് അല്ലെങ്കിൽ ഹൈ ഹാർഡ്നെസ് അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഒരു പ്രോപ്പർട്ടിയാണ്. ദേ ആർ കെമിക്കലി ഇനേർട്ട്. സോ ദർ ഇസ് നോ സച്ച് ഫിയർ ഓഫ് അറ്റാക്കിംഗ് അല്ലെ ആസിഡ് ഓർ അതർ സോൾവെന്റ് അറ്റാക്സ്. ഓക്കെ. ദെൻ ഗുഡ് ഇലക്ട്രിക്കൽ ഇൻസുലേറ്റേഴ്സ്. So these are the different properties of ceramics. So ceramic material contains more than one type of atomic bond in a single material. Ceramic material contains more than one type of atomic bond in a single material. These compounds are found predominantly by ionic bonds. The crystal structure of these materials are influenced by electrical charges, relative size of the component ions. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂളിൽ നോക്കിയതാണ്. സെറാമിക് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അതിൽ ആനിയോൺസും കാറ്റിയോൺസും ഉണ്ടാവും അല്ലേ. അതിൽ മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് അറ്റോമിക് ബോണ്ട്സ് ഉണ്ടാവും. പ്രിഡോമിനൻ്റ് ആയിട്ട് അവിടെ ഉണ്ടാകുന്നത് എന്താണ്? അയോണിക് ബോണ്ട്സ് ആണ് ഉണ്ടാകുന്നത്. ഓക്കെ. സെറാമിക് മെറ്റീരിയൽസ് പ്രിഡോമിനൻ്റ് ആയിട്ട് ഉണ്ടാകുന്നത് അയോണിക് ബോണ്ട്സ് ആണ്. അയോണിക് ബോണ്ട്സ് ആകുമ്പോൾ നമുക്കറിയാം ദർ വിൽ ബി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ്. നമ്മൾ അതിനെ കാറ്റിയോൺസ് ആൻഡ് ആനിയോൺസ് എന്ന് പറയും അല്ലേ. നെഗറ്റീവ് ചാർജിൽ തന്നെ ആനിയോൺസും പോസിറ്റീവ് ചാർജിൽ തന്നെ കാറ്റിയോൺസ് എന്ന് പറയും. The crystal structure of these materials are influenced by electrical charges and relative sizes of the component ions. അപ്പോൾ ഇലക്ട്രിക്കൽ ചാർജ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ റിലേറ്റീവ് സൈസ് ഫാക്ടർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയെന്താണ് കോർഡിനേഷൻ നമ്പർ ആൻഡ് റേഡിയസ് റേഷ്യോ. സെറാമിക്സിൽ നമ്മൾ ഓൾറെഡി ഇത് ഫസ്റ്റ് മൊഡ്യൂളിലെ സെയിം സ്ലൈഡ് തന്നെയാണ് ഞാനിവിടെ വീണ്ടും പ്രസന്റ് ചെയ്യുന്നത്. Ceramics are composed of at least two elements and often more. Their crystal structures are generally more complex than those for metals. The atomic bonding in these materials ranges from purely ionic to totally covalent. So many ceramic exhibit a combination of these two bonding types. The atomic bonding in these materials ranges from purely ionic to totally covalent. അപ്പോൾ ഇതിൽ എന്തൊക്കെ വരാം? അയോണിക് ബോണ്ടിങ് വരാം, കോവാലന്റ് ബോണ്ടിങ് വരാം. So many ceramics exhibit a combination of these two bonding types. Okay.
For those ceramic materials for which the atomic bonding is predominantly ionic, the crystal structure may be thought of as being composed of electrically charged ions instead of atoms. അപ്പോൾ കോവാലന്റ് ബോണ്ട് വരുന്നിടത്ത് ആറ്റംസ് ആയിരിക്കും, പക്ഷേ അയോണിക് ബോണ്ട് വരുന്നിടത്ത് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി അയോൺസ്, അല്ലെ? ആറ്റംസിന് പകരം അയോൺസ് ആയിരിക്കും. അയോൺസ് വിൽ ബി electrically charged. So the metallic ions or cations are positively charged ones because they have given up their valence electrons. അല്ലെ? കാറ്റയോൺസ് അതിൻ്റെ വാലൻസിൽ ഒരു ഇലക്ട്രോൺസ് നഷ്ടപ്പെടുത്തിയിട്ട് അത് സ്വയം പോസിറ്റീവ് ചാർജായി മാറിയതാണ്, അല്ലേ? സോ എവിടെയാണ് വാലൻസ് ഇലക്ട്രോൺ കൊടുത്തത്? ടു ദി നോൺ മെറ്റാലിക് അയോൺസ് ഓർ ആനിയോൺസ് വിച്ച് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ്. അപ്പോൾ ഈ കാറ്റയോൺസ് എന്താണ്? അത് പോസിറ്റീവ്ലി ചാർജ് ആണ്. കാരണം അതൊരു ഇലക്ട്രോൺ ആർക്ക് കൊടുത്തു? ആനിയോൺ കൊടുത്തിട്ട് സ്വയം അതൊരു പോസിറ്റീവ് ചാർജായി. പക്ഷേ ആനിയോൺ എന്തായി? നെഗറ്റീവ് ചാർജായി. അപ്പോൾ ആനിയോണിൻ്റെ സൈസ് എപ്പോഴും വലുതായിരിക്കും കാറ്റയോണിനെക്കാളും. കാരണം കാറ്റയോണിൻ്റെ ഒരു ഇലക്ട്രോൺ പോയത് കൊണ്ട് അത് എല്ലാം ഷ്രിങ്ക് ചെയ്തിട്ട് ന്യൂക്ലിയസിൻ്റെ അടുത്തേക്ക് നിൽക്കും ബാക്കിയുള്ള അതിൻ്റെ ബാക്കിയുള്ള അതിൻ്റെ അയോൺസ് ഒക്കെ. സോ ഇതിൻ്റെ റേഡിയസ് റേഷ്യോ ആണ് നമ്മൾ നോക്കുന്നത്. സൈസ് ഓർ അയോണിക് റേഡിയ ഓഫ് ദ കാറ്റയോൺ ആൻഡ് ആനിയോൺസ് ആർ RC and RA. Radius of cation and radius of anion. Because the metallic elements give up electrons when ionized, cations are ordinarily smaller than anions, and consequently the radius ratio RC/RA is less than unity. RC/RA 1-നേക്കാളും കുറവായിരിക്കും എപ്പോഴും അതിൻ്റെ വാല്യൂ. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽസ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. തൽക്കാലം ഇവിടെ നിർത്തുന്നു. ഓക്കെ, അറ്റൻഡൻസിൽ 2-3 ആൾക്കാർ നേരത്തെ പറഞ്ഞില്ലല്ലോ. ആരൊക്കെയാണ്? അമിത് കെ ഉണ്ടോ? അമിത് കെ, ഒരു സെക്കൻഡ്.